പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക ദൈവിക ദൂത മോർണിംഗ് മന്നായിലൂടെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. ഈ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലേക്കായിരിക്കാം. ഈ മെസ്സേജ് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ കൊണ്ടുവരും. ചില മേഖലകളിൽ ദൈവികമായ ഒരു സ്പിരിച്വൽ അന്തരീക്ഷത്തെ നമ്മുടെ ലൈഫിനകത്ത് കൊണ്ടുതരും. വക്രതയിലൂടെയും ചതിപ്രയോഗങ്ങളിലൂടെയും ഇന്നലകളിൽ ചിലത് തട്ടിയെടുക്കാൻ നോക്കിയ സ്ഥാനങ്ങളിൽ സ്വർഗത്തിൻ്റെ ഇടപിടിയിൽ പ്രാർത്ഥിക്കുന്ന, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി വെളിപ്പെടും. എല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കത്ത് നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശങ്ങൾ ആത്മനിയോഗത്തോടെ ശ്രവിപ്പാൻ ദൈവം കൃപ നൽകുന്നല്ലോ. പ്രാർത്ഥനയോടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇതൊരു ദൈവിക വാഗ്ദത്ത നിവർത്തിയുടെ വാക്യമാണ്. ആമേൻ. ഈ 1-ാമത്തെ ആരംഭിക്കുന്നത് ദാവീദ് വളരെ വയസ്സ് ചെന്ന് കാര്യപ്രാപ്തി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടപ്പോൾ അവൻ്റെ പ്രധാനപ്പെട്ട 2 മക്കൾ, ഒന്ന് അദോനിയാവ്, 2 ശലോമോൻ, അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദോനിയാവ് എന്ന് പറയുന്ന ദാവീദിൻ്റെ ഒരു മകനാണ്. അബ്ശാലോമിന് ശേഷം ജനിച്ചൊരു മകനാണ്. താൻ ഇങ്ങനെ 5-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, ഞാൻ രാജാവാകും എന്ന് പറഞ്ഞുകൊണ്ട് നിഗളിച്ചുകൊണ്ട് താൻ സ്വാധീനത്താൽ, പണം കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ പ്രാപ്തി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് താനിങ്ങനെ രാജാവാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാജാവാക്കുന്നത് ആരാ? ദൈവമക്കളെ, ദൈവമാണ്. ദൈവം ആക്കാത്ത ഒരു പൊസിഷനിൽ, ദൈവം നമുക്ക് നൽകാത്ത ഒരു പദവിയിലും മാനുഷികമായിട്ട് കടിച്ചു തൂങ്ങി ഇരിക്കാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കരുത്. അത് പ്രയോജനപ്പെടുത്തില്ല. ഈ അദോനിയാവിൻ്റെ ജീവിതം നമ്മളെ അതാ കാണിക്കുന്നത്. ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് 50 അകമ്പടികളെ, തനിക്ക് മുമ്പായി ഓടാൻ രഥങ്ങളെ, കുതിരച്ചേവകരെ ഒക്കെ താൻ സമ്പാദിച്ചു. എന്നാൽ ഈ അധ്യായത്തിൽ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ശലോമോനെ വയസ്സിൽ ചെന്ന് നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്ന രാജാവ്, ദാവീദ് രാജാവ് അഭിഷേകം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് നമുക്ക് 39-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. നോക്കിയേ, അദോനിയാവ് താൻ രാജാവാകുമെന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ, ദൈവഹിതമല്ലാതെ വക്രതയിലൂടെ ചെയ്യാനിടയായിത്തീർന്നു. പക്ഷേ റൈറ്റ് വേയിലൂടെ, യഥാർത്ഥ ദൈവിക വഴിയിലൂടെ, ദൈവഹിതപ്രകാരമുള്ള പാതയിലൂടെ ശലോമോനെ ദൈവം എന്ത് ചെയ്തു? അഭിഷേകം ചെയ്യാനിടയായിത്തീർന്നു. ഈ അധ്യായത്തിൽ എന്നെ ചിന്തിപ്പിച്ച വളരെ ഒരു വാക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 41-ാമത്തെ വാക്യം, അദോനിയാവും കൂടെ ഉണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കേട്ടു. കാഹളനാദം കേട്ടപ്പോൾ യോവാബ് പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് 50-ാമത്തെ വാക്യം, അദോനിയാവും ശലോമോനെ പേടിച്ച് ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. കണ്ടോ, കൊച്ചു പയ്യനാ ശലോമോൻ. അദോനിയാവ് അത്യാവശ്യം എല്ലാം പ്രാപ്തിയൊക്കെ ഉള്ളവനാണ്. പക്ഷേ അവൻ്റെ മേലൊരു അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ, ശലോമോൻ്റെ മേൽ ഒരു അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ, ദൈവഹിതപ്രകാരം അവർ രാജസിംഹാസനത്തിലേക്ക് അവരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദോനിയാവ് ഭയപ്പെടാൻ തുടങ്ങുകയാണ്, പേടിക്കാൻ തുടങ്ങുകയാണ്. പ്രിയ ദൈവപൈതലേ,
നിനക്കൊട്ട് കഴിവില്ലെങ്കിലും, നീ ചില മേഖലകളിൽ അശക്തനാണെങ്കിലും, ദൈവഹിതപ്രകാരം അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം ചിലയിടത്ത് നിന്നെ അവരോധിക്കുകയാണെങ്കിൽ, നിന്നെ ഭയപ്പെടുത്താൻ നിൽക്കുന്ന ചിലത് നിന്നെ ഭയപ്പെടാൻ പോവുക. യെസ്, ഈ ദൂതിനെ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. ഈ ദൈവശബ്ദത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. എത്ര നാളുകൊണ്ട് തുടങ്ങിയതാ? ആമേൻ. ഭയപ്പെടുത്തി, ഭീതിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, പേടിപ്പിച്ച്, ആമേൻ, ചിലതിനെ തട്ടിയെടുക്കുവാൻ, വസ്തുവകകളായിക്കൊള്ളട്ടെ, നന്മകളായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, ചില സാമ്പത്തികമായ സ്രോതസ്സുകൾ തട്ടിയെടുക്കാൻ നോക്കുന്ന ചില അദോനിയാവുമാർ, ആമേൻ, തൃക്കൂടാരത്തിൽ നിന്ന് പകരപ്പെടുന്ന അഭിഷേകം കൊണ്ട് പേടിക്കാൻ പോവാ. ഈ ദൂതിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഈ ദൂതിനകത്തെ സ്വർഗീയമായ അനുഭവത്തെ സ്വീകരിച്ചാൽ, സ്പിരിച്വൽ തലത്തിനകത്ത് നടക്കുന്ന ഡെലിവറൻസ്, ഫിസിക്കൽ തലത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ കാണാനിടയായിത്തീരും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദൂത് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തോ? ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് ദൈവം നിന്നെ ചില ഇടങ്ങളിൽ ഇരുത്തും. ചില സിംഹാസനത്തിൽ ദൈവം നിന്നെ ഇരുത്തും. നിനക്ക് കഴിവില്ലായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ വാഗ്ദത്തം നിന്റെ മേലുണ്ട്. കർത്താവ് ഇത് ചെയ്യും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തന്ന ഈ സന്ദേശം ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ആരൊക്കെ വക്രതയിലൂടെ, ചതിപ്രയോഗങ്ങളിലൂടെ എന്തൊക്കെ തട്ടിയെടുക്കാൻ നോക്കിയാലും അത് അവർക്ക് പ്രയോജനപ്പെടുത്തില്ല എന്നും, ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമെന്നും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ വചനം ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായ ബ്രേക്ക് ത്രൂ കൊണ്ടുവരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ കാണും കേട്ടോ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.